നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്ന ഗ്ലൂക്കോസിന്റെ അളവിന്റെ ഒരു സൂചികയാണ് നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ഭക്ഷണത്തിലും അതിന്റെ അളവ് വ്യത്യാസമുണ്ട്. ചില ഭക്ഷണം, അതായത് ഇപ്പൊ രാഗി, ഓട്സ് പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് കലക്കിയിട്ട് അതിനെ കുറുക്കിയൊക്കെ കഴിക്കുമ്പോൾ അതിന് GI കൂടുതലായിരിക്കും. അതിന് പകരം നമുക്ക് അതിനെ ഡ്രൈ ഫോമിൽ കഴിക്കാം. ഒരു ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ ഓട്സ് വറുത്തിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബാലൻസ്ഡ് ഡയറ്റ് കാണിക്കുന്നത് ഓട്സ് വറുക്കുക. വറുത്തതിന് ശേഷം നമുക്കതിനെ ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടലയും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്കതിനെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതിന്റെ കൂടെ നമ്മൾ പ്രോട്ടീൻ്റെ അളവ് കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടി, ഒരുപാട് കൂടാൻ പാടില്ല, നമ്മളുടെ ബോഡി വെയ്റ്റിന് അനുസരിച്ച് ആനുപാതികമായിട്ടുള്ള കറക്റ്റ് പ്രോട്ടീൻ ആയിരിക്കണം നമുക്ക് കിട്ടുന്നത്. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എന്തെങ്കിലും നോൺ വെജും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ സോഴ്സ് ആണ് പനീർ. പനീർ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് പനീർ നമ്മൾ നോൺ സ്റ്റിക്കിന്റെ പാനിലൊന്ന് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കുക, അധികം ഓയിലൊന്നും ഇല്ലാതെ. പിന്നെ മുട്ട റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഒരു തൊട്ട് കൂട്ടാനായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എൻജോയ്.